നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 119 സങ്കീർത്തനം 105 വാക്യം. വചനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഈ വാക്യം ഏവർക്കും കാണാതെ അറിയാവുന്ന സുപരിചിതമായ വാക്യമാണ്. ഉരുവിടാത്തവർ നന്നേ വിരളവും. എന്നാൽ ഈ വാക്യം 4 കാര്യങ്ങൾ നമ്മെ പ്രധാനമായും ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ദൈവവചനം നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ഒരു ദൈവവചനത്തിന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി കൂടെ ഇരിക്കുന്ന ദൈവവചനമാണ്. അത് അനുഭവിക്കാൻ കഴിയുന്ന ദൈവവചനം രാവും പകലും ധ്യാനിക്കുന്നവർക്കാണ്. എന്നിട്ട് പറയുന്നു, അത് നമ്മെ സകല ഗുരുക്കന്മാരിലും ബുദ്ധിമാന്മാരാക്കുന്നു. 2, ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. 133 വാക്യം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും. എൻ്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ, യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ. അതേ പ്രിയരെ, ദൈവവചനത്തിന്റെ അറിവ് നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് നമ്മെ പാപത്തിൽ വീഴാതെ സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് 9 വാക്യത്തിൽ പറയുന്നു, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ആ വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് പാപത്തിൽ വീഴാതെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ദൈവവചനം ദൈവത്തിന്റെ സർവായുധ വർഗമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 3, ദൈവവചനം നമ്മെ ശക്തീകരിക്കുന്നു. 50 വാക്യം വായിക്കുമ്പോൾ, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു, അതെനിക്ക് കഷ്ടതയിൽ ആശ്വാസമാകുന്നു. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ദൈവവചനം ധ്യാനിച്ചാൽ ദൈവവചനം നമ്മെ ബലപ്പെടുത്തും. നമുക്ക് നവ ഉന്മേഷവും ശക്തിയും ദൈവവചനം പ്രദാനം ചെയ്യും. ആ കഷ്ടതയുടെ നടുവിൽ ദൈവവചനം ആഴമായി വായിക്കുമ്പോൾ ദൈവം നമ്മോട് ഇടപെടുന്ന വിധങ്ങളെ കുറിച്ച് നമുക്ക് നന്നായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. 4, ദൈവവചനം സ്ഥിരതയിലേക്ക് നമ്മെ നയിക്കുന്നു. 165 വാക്യം, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ദൈവവചനത്തിന് നാം നമ്മെ തന്നെ കീഴ്പ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ വിധേയപ്പെടുത്തിയപ്പോൾ ജീവിപ്പിക്കുന്ന ദൈവിക സ്പർശനം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ദൈവവചനം സമാധാനവും സ്ഥിരതയും നമുക്ക് നൽകുന്നു. ദൈവവചനം നമ്മിൽ വിവേചിക്കുന്ന ഒരു ഹൃദയം ഉളവാക്കുന്നു. അതേ പ്രിയരെ, ഈ ലോകത്ത് നന്മതിന്മകളെ വിവേചിച്ചറിഞ്ഞ ദൈവവചനത്തിന് നമ്മെ വിധേയപ്പെടുത്തി നമ്മെ പ്രകാശിപ്പിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, ശക്തീകരിക്കുന്ന, സ്ഥിരതയിലേക്ക് നയിക്കുന്ന വചനം ദിനംപ്രതി ധ്യാനിച്ച് നമുക്ക് മുന്നേറാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവവചനം ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവവചനം ഞങ്ങളെ ശുദ്ധീകരിക്കുന്നുവെന്നും ദൈവവചനം ഞങ്ങളെ ശക്തീകരിക്കുന്നുവെന്നും ദൈവവചനം ഞങ്ങളെ സ്ഥിരതയിലേക്ക് നയിക്കുന്നുവെന്നും ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ലോകത്ത് നന്മതിന്മകളെ വിവേചിച്ചറിഞ്ഞ ദൈവവചനത്തിന് കീഴ്പ്പെടുത്തി താവെ പ്രകാശിപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന, സ്ഥിരതയിലേക്കുന്ന വചനം ദിനം പ്രതി ധ്യാനിച്ച് മുന്നേറുവാൻ ദൈവമേ ഞങ്ങളെ ഏവരെയും സഹായിച്ചാട്ടെ. അതിനായിട്ട് ഒരുക്കിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും.